തിരുവനന്തപുരം തിരുവല്ലത്തെ ഷെഹ്നയുടെ ആത്മഹത്യയിൽ പോലീസുകാരനെതിരെ നടപടി. കടക്കൽ സ്റ്റേഷൻ CPO ഒ നവാസിനെതിരെയാണ് നടപടി. നവാസിനെ സസ്പെൻഡ് ചെയ്തു. പ്രതികളെ സഹായിച്ചത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് CPM ഉന്നത ബന്ധമുണ്ട്, അതിനാലാണ് ഈ പോലീസ് നടപടി വൈകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവല്ലം SHO ജില്ലാ പോലീസ് മേധാവിക്കൊരു റിപ്പോർട്ട് നൽകുന്നത്. അതായത് ക്രൈം മേധാവിക്കൊരു റിപ്പോർട്ട് നൽകുന്നത്. അതായത് ഈ കേസിൽ കടക്കൽ CPO ആയ നവാസ് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഷഹാനയുടെ ഭർത്താവിനും ഭർത്തൃമാതാവിനും അടക്കമുള്ള പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ നവാസ് ചോർത്തി നൽകി എന്നതാണ് ഈ പരാതി. നേരത്തെ തന്നെ ഈ ബന്ധുക്കളും ആരോപിച്ചിരുന്നു ഇത്തരത്തിൽ CPO നവാസിന്റെ ഒരു സഹായം ഉണ്ടായിരുന്നു എന്നടക്കം. അതുകൊണ്ടാണ് ഈ ഒളിവിൽ പോകാനടക്കം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് എത്തുന്ന സമയത്തെല്ലാം ഇത്തരത്തിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള സഹായം ഈ നവാസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് പ്രതികളെ പിടിക്കാൻ കഴിയാതായി പോയത് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് ശരിവെക്കുന്നതാണ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നവാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ മരണം സംഭവിച്ച് അല്ലെങ്കിൽ ആത്മഹത്യ സംഭവിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നതുമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിക്കുകയുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനടക്കം മാർച്ച് സംഘടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്തുവാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിൽ എതിരെയാണ് ബന്ധുക്കൾ രംഗത്ത് വരികയും ചെയ്യുന്നു. അതായത് ഈ ഷഹാനയുടെ ഭർത്തൃ കുടുംബത്തിന് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിന് CPM ഉന്നതരുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം ഇടപെടുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും ഈ ഷഹാനയുടെ ബന്ധുക്കൾ ആരോപിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വലിയ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു സഹായം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഷഹാനയുടെ ഭർത്താവ് അടക്കം രക്ഷപ്പെടാൻ കാരണമായതെന്നാണ് ഇപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ കാര്യക്ഷമമായിട്ട് അങ്ങോട്ട് മുന്നേറിയിട്ട് പോലുമില്ല. വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസ് പറയുന്നതല്ലാതെ എവിടെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നടക്കം മൊബൈൽ ടവറുകളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെയൊക്കെയുള്ള അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ അറസ്റ്റ് ചെയ്യാനാകുമായിരുന്നു. പോലീസിന്റെ ഒരു കാര്യക്ഷമമില്ലായ്മ അല്ലെങ്കിൽ മെല്ലപ്പൊക്ക് ഈ കേസിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളും ആരോപിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഈ നടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നവാസിനെ പുറത്താക്കി എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ കേസിലെ ഒരു ഡെവലപ്മെന്റ്, ഒരു മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. മറ്റ് രീതിയിൽ പ്രതികളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പ്രതികളുമായി സംശയിക്കുന്നവരെ അടക്കമുള്ളവരെ കണ്ടെത്തുവാനോ ഒന്നും ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേവലം ഇപ്പോൾ ഈ ഒരു സസ്പെൻഷനിലേക്ക് മാത്രമായി ഒതുങ്ങി. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചു. പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.